ഹലോ വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാറോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ മോർണിംഗ് തോട്ട്സ് എന്തായിരുന്നു ഉള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഫസ്റ്റിലെ ഞാൻ കറന്റ് സിറ്റുവേഷൻ നോക്കുന്നുണ്ടാവും, അതിനുശേഷം കറന്റ് ഫീലിങ്സ് നോക്കുന്നുണ്ടാവും. ഓക്കെ, Divine, please guide me. Universe, please guide me. One minute. Please guide me. Universe, please guide me. Angels. And the viewers, the person, the morning thoughts and all. സോറി, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ഗൈഡൻസ് എനിക്ക് തരാനായിട്ടുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. സിക്സ് ഓഫ് കപ്സിന്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജീസ്, സെവൻ ഓഫ് കപ്സ്, 10 of cups, 9 of swords. 1 minute. Okay. Divine, please guide me and the viewers and the person, the current feelings, moment thoughts എന്താണ്? ഡെയിലി ഞാൻ കമന്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഡെയിലി കറന്റ് ഫീലിങ്സ് വേണം എന്നുള്ളത്. എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ റീഡിങ് എടുത്തിരുന്നത് ഭയങ്കര നമ്മൾ വേറെ പേഴ്സണൈസ്ഡ് റീഡിങ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും ആയിരിക്കും. പിന്നെ നമുക്ക് വീഡിയോസ് ആയിട്ട് കറന്റ് ഫീലിങ്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. നമ്മൾ ഭയങ്കര ടയർഡായിരിക്കും. അപ്പം റീഡിങ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കാർഡിന്റെ എനർജീസ് പറയാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും കാർഡ്സ് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് കാർഡിന്റെ മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ് ആവും എന്നുള്ളത്. പക്ഷെ അതല്ല, അതൊരു സൈക്കിക് എബിലിറ്റി ആണ്. കാരണം നമ്മുടെ എനർജീസ് അത്രയും വേസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. ഇതിപ്പോ ഏത് വ്യക്തിയാണോ റീഡിങ്ങിന് വരുന്നത് ആ ഒരു വ്യക്തിയുടെ എനർജീസ് നമുക്ക് വരാറുണ്ട്. റീഡിങ് എടുക്കുന്ന ഏത് വ്യക്തിയുടെയാണോ അയാളുടെ എനർജീസ് നമുക്ക് വരാറുണ്ട്. ഫുൾ നമ്മളുടെ എനർജീസിനെ കാർഡ് വലിക്കുകയാണ്. അപ്പൊ നമുക്ക് അത്രയും എനർജി ലോസസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവും. അതുകൊണ്ടാണ് റീഡിങ്സ് ആണെങ്കിലും വളരെ കുറച്ചായിട്ട് നമ്മൾ എടുക്കുന്നുള്ളത്. 1-2 റീഡിങ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നത്, കൂടുതൽ റീഡിങ്സ് എടുക്കാതിരിക്കുന്നുള്ളത്. Divine, please guide me and the viewers and the person, the current feelings and morning thoughts, please. ഇത് മോർണിംഗ് തോട്ട്സ് എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ എടുക്കേണ്ട, നിങ്ങൾക്ക് കറന്റ് ഫീലിങ്സ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എപ്പോ വേണേലും ഇത് കാണാം. ടൈംലെസ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എപ്പോ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്കിത് റെസനൈറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാർഡാണ് വന്നിട്ടുള്ളത്. ദെൻ വന്നിട്ടുള്ളത് 8 ഓഫ് സോർഡ്സ്, ബോട്ടം ഓഫ് ദി ഡെക്ക് സ്ട്രെങ്ത്തിന്റെ കാർഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. God, sorry. കാർഡ്സ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുങ്ങളെല്ലാം കൂടി ഇങ്ങനെ സൈഡിലേക്ക് വന്ന് വീണ് കിടക്കുന്നുണ്ടോ. ഒറാക്കിൾസ് ആണ് കേട്ടോ. ഓക്കെ, ക്ലാരിഫൈ ചെയ്യാം എനർജീസിനെ. ഫസ്റ്റിലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരുക്കിയ റീഡിങ്സിന്റെ ഒരു ഫുൾ എനർജീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഈ ഒരു റീഡിങ്സിൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ രാവിലെ മോർണിംഗിൽ തന്നെ നിങ്ങൾ ഒത്തിരി അധികം മിസ് ചെയ്തിട്ടുണ്ട്. ഒരു മിസ്സിംഗ് എനർജീസ് ആണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാൻ പറ്റിയിട്ടുള്ളത്. കാരണം നൈറ്റ് ഈ ഒരു വ്യക്തി ഒട്ടും തന്നെ ഉറങ്ങിയിട്ടില്ല. ഇവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചിട്ടായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുള്ളത്. വളരെ കുറച്ചു പേർക്കുള്ള ഒരു എനർജീസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് മിക്കവർക്കും
ഒരു 50% ആളുകൾക്ക് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടാവും, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണോ? സോ അതായത് ഈ ഒരു വ്യക്തി സ്റ്റേബിൾ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ടാവോ, അതൊരു ഓൺ ആൻഡ് ഓഫ് എനർജീസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇതൊരു ഓൺ ആൻഡ് ഓഫ് എനർജീസ് ആണ്. ആ ഓൺ ആൻഡ് ഓഫ് എനർജീസിലായിരിക്കും ഇവിടെ നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, ടോട്ടലി ഡൗൺ ആയിട്ട് നൈറ്റ് ഒന്നും ഈ ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. നല്ല രീതിക്ക് സ്ട്രെസ്സിലായിട്ടാണ് എനിക്ക് ഈ ഒരു വ്യക്തിയെ കാണുന്നത് ഈ ഒരു ടൈമിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റീസും നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇവരുടെ മൈൻഡ് മെയിൻ ആയിട്ട് ഇവർ എന്തുകൊണ്ട് ഡൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ എപ്പോഴും ഒരുപക്ഷെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ടെലിപ്പതി അയക്കുന്നുണ്ടാവാം. അതൊക്കെ ആയിരിക്കണം മേ ബി റീസൺ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ ഒരു ചെയ്യുന്ന ഈ ഒരു വർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു സെൻഡ് ചെയ്യുന്ന ഈ ഒരു തോട്ട്സ്, ഈ പോസിറ്റീവ് അഫർമേഷൻസ്, നിങ്ങളുടെ ഇന്നർ വർക്ക്സ്, അതൊക്കെ വർക്ക് ആവുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു തോട്ട്സുകളെല്ലാം ഇവരുടെ മനസ്സ് ഇവരിലേക്ക് എത്തിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജീസ് നോക്കുവാണെങ്കിൽ മൈൻഡ് വെച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ എത്രയൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടായാലും ആ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള വ്യക്തി ആ ഒരു എനർജീനെ ക്യാരി ചെയ്യാനായിട്ട് ഒരു വ്യക്തിക്ക് ഭയങ്കര സ്ട്രെസ്സിന്റെ ആവശ്യം ഉണ്ടാവും. കാരണം എന്താണ്, ഒരു തോട്ട്സ് നമ്മളുടെ മൈൻഡിൽ വരുന്നു, ആ ഒരു തോട്ട്സിനെ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്ട്രെസ്സിനെ, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു ഫീലിങ്സിനെ, ആ ഒരു ഇമോഷൻസിനെ ഹോൾഡ് ചെയ്ത് എനിക്കൊന്നും ഇല്ലാതെ നിൽക്കുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഒത്തിരി അധികം എനർജി വേണ്ടി വരുന്നുണ്ടാവും. അപ്പം ഈ ഒരു വ്യക്തി ഒരു വളരെ ലോ ആയിട്ടുള്ള ഒരു എനർജിയിലാണ് എനിക്ക് ഈ ടൈമിൽ ഫീൽ ചെയ്യുന്നത്. ഒരു ഇമോഷൻസ്, ഒരു ഫീലിങ്സ് വരുമ്പോൾ നമുക്കത് ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ, ഡീപ്പ് ആയിട്ടുള്ള ഒരു ലെവലിൽ വരുമ്പോൾ നമുക്കതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷെ അങ്ങനെ എന്താ, ചില ടൈമില് നമ്മൾ പറയില്ലേ, ചില സമയത്ത് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നുണ്ടാവില്ല. അത്രയൊക്കെ സപ്രസ്ഡ് ആക്കി വയ്ക്കാൻ ശ്രമിച്ചാണ് ഇമോഷൻസിനെയും ഫീലിങ്സിനെയും. അപ്പം ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സണിന്റെ ഫീൽ ചെയ്യുന്നത്. ഇവർ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇവരുടെ ഫീലിങ്സിനെ, ഇമോഷൻസിനെ, പക്ഷെ ഇവർക്ക് അത് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നുള്ളത് ഈ ഒരു ടൈമിൽ. ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ എന്താണോ നടക്കുന്നത് അത് അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, ഇവർ ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഇന്നലെ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് ഒരു നൈറ്റത്തെ ടു ഒരു മോർണിംഗ് എനർജീസ് നോക്കുവാണെങ്കിൽ നൈറ്റത്തെ ആ ഒരു എനർജി വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവർക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ള ഒരു ഡിസയർ ഉണ്ടായിട്ടുണ്ടായിരുന്നു, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അത് അത്രയും ഭയങ്കരമായിട്ട് നിങ്ങളോട്ട് ആ ഒരു മൊമെന്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ള ഒരു തോട്ട്സ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരുപക്ഷെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സ് ഒക്കെ കുറിച്ച് പെട്ടെന്ന് ഈ ഒരു വ്യക്തിക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവണം. മോർണിംഗ്സിലും ആ ഒരു തോട്ട്സിലാണ് ഈ ഒരു വ്യക്തി എഴുന്നേറ്റിട്ടുള്ളത്. അപ്പൊ മാക്സിമം ഈ ഒരു വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഫോൺ വരെ എടുത്തിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു നമ്മൾ പറയില്ല, നമ്മളെ തന്നെ റെസിസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു വ്യക്തി തന്നെ റെസിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവര് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഒരു പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു തുടക്കത്തിന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ മൈൻഡിൽ ഒത്തിരി അധികം ഇല്യൂഷൻസ് ഉണ്ട്. ഇവരൊത്തിരി അധികം ഒത്തിരി അധികം തോട്ട്സുകളിൽ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പലപ്പോഴും നമ്മൾ ടെൻഷൻ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളുടെ മൈൻഡിലുള്ള തോട്ട്സുകളൊന്നും റിയൽ തോട്ട്സുകൾ ആവില്ല. അതൊരു പക്ഷെ നമ്മുടെ മൈൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇല്യൂഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഇല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി ഒരു ഇല്യൂഷനിലാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തോട്ട്സിലാണ് ഈ ഒരു വ്യക്തി ഇരുന്നിട്ടുള്ളതെന്ന് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതലായിട്ടും ഇതൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റെസനേറ്റ് ആവുന്ന ഒരു 45% എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഒരു എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ മിസ് ചെയ്തിട്ടുണ്ട് സെപ്പറേഷൻ ഫേസിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു എനർജി റെസനേറ്റ് ആവും. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയിട്ടുണ്ട് അതർ ഓപ്ഷൻസിന്റെ പുറകെയെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സ്നേഹം, നിങ്ങളുടെ ആ ഒരു ലവ്, ആ ഒരു കെയർ, അത് ഈ ഒരു തേർഡ് പേഴ്സന്റെ അടുത്തുനിന്ന് കിട്ടാത്തതുകൊണ്ട് തന്നെ അവർ അതിന് വേണ്ടിയിട്ട് ക്രേവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റിലെ നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം, അത് കഴിഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കഴിഞ്ഞ് മോർ ദാൻ വന്നിട്ടുണ്ടാവും. അതായത് ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള ഒരു എനർജിയിലേക്ക്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻഷിപ്പ് എന്നുള്ള ഒരു എനർജിയിലേക്ക് വന്നിട്ടുണ്ടാവാം. അപ്പൊ അവിടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പക്ഷെ നെയിമൊന്നും ഉണ്ടാവില്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് ചിലർക്ക് കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ എന്നിരുന്നാൽ പോലും
നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് ഒരു എഫോർട്ടും എടുത്തിട്ടില്ല. അയാൾ വേറെ മാരേജ് ചെയ്തിട്ടുണ്ടാവും, അയാൾക്ക് ഫാമിലി ഒക്കെ കുട്ടികളും ഒക്കെ ഉണ്ടായിരിക്കാം. എന്നിട്ടും ഈ ഒരു വ്യക്തി കുറെ നാളുകളായിട്ടുണ്ടാവും, ഒരുപക്ഷെ 10 months ആയിട്ടുണ്ടാവും, 4 years ആയിട്ടുണ്ടാവും നിങ്ങളുടെ സെപ്പറേഷന്. പക്ഷെ എന്നിട്ട് അല്ലെങ്കിൽ 9 months ആയിട്ടുണ്ടാവാം. എന്നിട്ട് പോലും ഈ ഒരു വ്യക്തി സ്റ്റിൽ നിങ്ങളെ റിമെമ്പർ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? നിങ്ങൾ രണ്ടുപേരും ഒരു പക്ഷെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യും, ഒരു സോൾ ലെവൽ കണക്ഷൻ ഇവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഒത്തിരി അധികം നിങ്ങളെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സ് അതിനെയൊക്കെ റീകോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് വീണ്ടും ആ ഒരു മൊമെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു എനർജി വീണ്ടും അവരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ഷൻ ഡെസ്റ്റൈൻഡ് ആയിരിക്കാം. ഒരു പക്ഷെ ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ, നമ്മൾ പറയില്ലേ ചില കണക്ഷൻസ് ഒക്കെ ഡെസ്റ്റിനിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ ദൂരേക്ക് പോകാൻ ശ്രമിച്ചെന്ന് പറയുന്നത്, ഫിസിക്കൽ ലെവലിൽ നമ്മൾ എപ്പോഴും എത്രയൊക്കെ ദൂരേക്ക് പോകണമെന്ന് ശ്രമിച്ചാലും സോൾ ലെവലിൽ എപ്പോഴും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ടാവില്ല, മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ ഫൈൻ, ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്ര മാത്രം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു 6 month ഒക്കെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലൊക്കെ നിന്നിട്ടുണ്ടാവാം. അതിനുശേഷം ഇവർ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവാം, നിങ്ങൾ ഒരു 9 months സെപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ടാവാം, പിന്നെ ഒരു ഓൺ ആൻഡ് ഓഫ് എനർജീസിൽ നിന്നിട്ടുണ്ടാവാം. അപ്പൊ മറ്റേ സെയിം എനർജീസ് തന്നെയാണ്, ആ ഒരു സെയിം എനർജി തന്നെയാണ് വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് വീണ്ടും വരുന്നുണ്ട്, വളരെ ഒരു നൈറ്റ് ഓഫ് സോൾസിന്റെ എനർജി. പക്ഷെ എത്രമാത്രം വരുന്നോ അത്രമാത്രം ഫാസ്റ്റ്ലി ഈ ഒരു വ്യക്തി റിട്ടേൺ പോകുന്നുണ്ടാവും. നമുക്ക് നോക്കാം, കൂടുതലായിട്ട് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ ഒരു കാർഡ്സിനെ. എല്ലാ കാർഡ്സിനെയും ക്ലാരിഫൈ ചെയ്യുന്നതിലും ചില കാർഡ്സിനെയൊക്കെ ക്ലാരിഫൈ ചെയ്യാം ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് ഇൻ ദ പേഴ്സന്റെ മോർണിംഗ് തോട്ട്സ്. പ്ലീസ് ക്ലാരിഫൈ why here is Wheel of Fortune. Why here is Wheel of Fortune. Ace of Cups. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് എന്താണെന്നറിയോ? ഇവിടെ ഇവർക്ക് ഏതോ ഒരു ടൈമിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, അല്ലെങ്കിൽ ഇവർ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫീലിങ്സ്, ആ ഏസ് ഓഫ് കപ്സിന്റെ ആ ഒരു എനർജി. ഇത് ഏസ് ഓഫ് കപ്സ് ആണ്. ഈ ഏസ് ഓഫ് കപ്സിന്റെ ഈ ഒരു എനർജി അവർക്ക് ഇപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഓവർഫ്ലോയിങ് ഓഫ് ലവ് ആണ് ഇപ്പൊ നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ നിങ്ങളുടെ എന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് പോലെ നിങ്ങളും ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നാണ് ഈ ഒരു വ്യക്തി അറിയാൻ ശ്രമിക്കുന്നുള്ളത്. ഓക്കെ, ആ ഒരു എനർജീസ് ആണ്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഇരിക്കുന്നുള്ളത്. ഇപ്പൊ എത്ര വർഷം ആയിക്കോട്ടെ, എത്ര മാസം ആയിക്കോട്ടെ, നിങ്ങൾ സെപ്പറേഷനിലായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തി തന്നിട്ടുള്ള ഒരു മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സിനെ ഒന്നും നിങ്ങൾക്ക് ഹോൾഡ് ബാക്ക് ചെയ്യാനായിട്ടോ അതിനെ കണ്ടില്ല നടിക്കാനോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു എനർജീസിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റിട്ടേൺ വരണം, ഇവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന, ഞാൻ തുടക്കത്തില് ഞാൻ കാർഡ്സ് ഒന്നും വരാതെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫേവറിൽ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങളുടെ പ്രേയേഴ്സ് എല്ലാം വർക്ക് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്നുണ്ടോ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല മാം, ഞാൻ പ്രേയർ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രേയേഴ്സ് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. നമ്മൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രേയർ ചെയ്യുന്നു, അത്രമാത്രം ആത്മാർത്ഥതയോട് കൂടി ദൈവം ആ ഒരു പ്രേയർ കേൾക്കുന്നുണ്ടാവും. ഇപ്പൊ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ നമ്മൾ അതിൽ ഗിവപ്പ് ചെയ്യാതെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം തരാനായിട്ട് ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ ബാധ്യസ്ഥയാണ്. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളൊരു മാരിറ്റൽ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെ ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻസിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ വെളിയിൽ നോക്കുമ്പോൾ ആളുകൾക്ക് തോന്നുന്നുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പ് അത്ര നല്ലൊരു ബന്ധമല്ല എന്നൊക്കെ നിങ്ങൾക്ക് വെളിയിൽ നിൽക്കുന്നവർ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും, അല്ലെ? അങ്ങനെ ഒരു ജഡ്ജ് ചെയ്യുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ ഫേവറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് മെയിൻ റീസൺ ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ ആവാം, നിങ്ങളുടെ ആ ഒരു പ്രെയർ ആവാം, നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം ആവാം, നിങ്ങൾ യൂണിവേഴ്സിന് അത്രമാത്രം പ്രിയപ്പെട്ടത് കൊണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ഫേവറിലാണ് ഈ ഒരു ടൈമിൽ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നുള്ളത്.
നിങ്ങളുടെ ഗോളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് ഈ ഒരു വ്യക്തി ഇത്രയും നാളുകൾക്ക് ശേഷവും ഇത്രയും ഒരു നോ കോണ്ടാക്ട് സെപ്പറേഷൻ, ഇവിടെ സീറോ ഹോപ്പ് എന്നുള്ള ഒരു എനർജിക്ക് ശേഷവും ഈ ഒരു വ്യക്തി റിട്ടേൺ വന്നിട്ടുള്ളത്. ഇവിടെ എനിക്ക് ഇൻഡ്യൂട്ടീവ്ലി ഒരു കാർഡ് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒറാക്കിൾ കാർഡ്സിലെ നോ ടു നത്തിങ്നെസിന്റെ എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ മൊത്തത്തിൽ ഒരു ശൂന്യത ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നത്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഹോപ്പ് ഇല്ല. പക്ഷെ ആ ഒരു നോ ടു നത്തിങ്നെസിന്റെ എനർജി എന്താണ് പറയുന്നത്? നമ്മൾക്കിപ്പം വിചാരിക്കുന്നുണ്ടാവും നമ്മളെല്ലാം എൻഡ് ആയി എന്ന് വിചാരിക്കുന്നിടത്ത് ആ ഒരു ശൂന്യതയിൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗ് സീറോയിൽ നിന്നാണ്, ഒരു നോ ടു നത്തിങ്നെസ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു സീറോയിൽ നിന്നാണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇവിടെ സീറോ, ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ ഒരു ഡാർക്ക്നെസ് എന്നുള്ള ഒരു എനർജിയിൽ നിന്നും ആ ഒരു ഡാർക്ക്നെസ്സിലേക്ക് ഒരു ലൈറ്റ് വരികയാണ്. അവിടെ ഒരു സൺ റേസ് ചെയ്യുകയാണ്. ആ ഒരു സൺ അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് അതിനെ കൊണ്ടുവരുന്നത് യൂണിവേഴ്സ് ആണ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏതോ ഒരു ടൈമിൽ എൻഡ് ആയി പോയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള ഒരു പേരിൽ നിൽക്കുന്ന ഒരു ബന്ധം ആയിക്കോട്ടെ, അപ്പം ഏത് റിലേഷൻഷിപ്പ്, ഏത് തരത്തിലുള്ള സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങളുടെ ഈ ലൈഫിലേക്ക് നിങ്ങളുടെ ഒരു പ്രേയേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥത യൂണിവേഴ്സ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഫേവറിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ വർക്ക് ചെയ്യുക, നിങ്ങളുടെ ഫേവറിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുവരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്കൊരു ഗൈഡൻസ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് അല്ല. ചേഞ്ചസ് നമുക്ക് മസ്റ്റ് ആയിട്ടും യൂണിവേഴ്സ് തരുന്നുണ്ടാവും. അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് ആവാം ഒരു പക്ഷേങ്കിൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം. ചേഞ്ചസ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കാന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പം നിങ്ങളുടെ ഡെസ്റ്റിനി ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ആ ഒരു കണക്ഷൻ നമ്മളുടെ ചിലർക്ക് ഇപ്പം എത്രയൊക്കെ നമ്മളൊരു ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലായിക്കോട്ടെ ഫോർ എക്സാമ്പിൾ, അപ്പം ആ ഒരു കണക്ഷൻ നമ്മൾ എത്രയും ഹോൾഡ് ചെയ്ത് നമ്മുടെ 110% കൊടുത്തു വെച്ചിട്ട് നമ്മൾ അവിടെ ആ ഒരു റിലേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്കത് ഡെസ്റ്റിനിയിലുള്ളതല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഫേവറിലേക്ക് യൂണിവേഴ്സ് ആ ഒരു കണക്ഷനെ കൊണ്ടുവരുന്നുണ്ടാവും, നമ്മളെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ ഒരു കാർഡ്സിൽ ഒരു നമ്മളോട് ഒരു ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്കത് ചില സമയത്ത് അതിന് റിസൾട്ട് കിട്ടുന്നുണ്ടാവും, ചില സമയത്ത് നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, അത് നിങ്ങളുടെ ഡെസ്റ്റിനി ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഡെസ്റ്റിനിയിൽ റിട്ടേൺ ആയിട്ടുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്നുള്ളത്. അതേസമയം നിങ്ങളുടെ ഫേവറിൽ നിങ്ങളുടെ ആ ഒരു പ്രേയേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ കണ്ട് യൂണിവേഴ്സ് നിങ്ങളുടെ ഫേവറിലും വരുന്നുണ്ട്. അതിനൊരു ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ നമ്മുടെ ഡെസ്റ്റിനിയാണ് തീരുമാനിക്കുന്നുള്ളത്, ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് യൂണിവേഴ്സ് ഒരു അധികാരം തന്നിട്ടുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ഡെസ്റ്റിനിക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെസ്റ്റിനിൽ ഉള്ളത് മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. അതേസമയം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ആ ഒരു ഡെഡിക്കേഷനിൽ നിൽക്കാൻ നമ്മൾ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെയും യൂണിവേഴ്സ് നമുക്ക് തരുന്നുണ്ടാവും. ആ ഒരു ഗൈഡൻസ് ആണ് എനിക്ക് ഓവറോൾ ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ്സിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റീഡിങ്സ് ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് നമുക്ക് കാർഡ്സിൽ കണ്ടിട്ടുണ്ട്. ഇനിയും കാർഡ്സിൽ റീഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നേരം പോകുന്നുണ്ടാവും, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. സോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ ഡോണ്ട് ഫോർഗെറ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എനർജീസ് നിങ്ങൾക്ക് റീഡിങ്സ് ആയിട്ട് പേഴ്സണൈസ്ഡ് റീഡിങ്ങിന് പകരം ജനറൽ റീഡിങ്സ് ആയിട്ട് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ബട്ടൺ അമർത്തുക. കാരണം നിങ്ങൾ എനർജി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ലൈക്ക് ചെയ്യാൻ പറയുന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് എനർജീസ് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജീസിനെ അട്രാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, താങ്ക് യു.